Hi guys, 27th January, second shift, question number 22. Okay. See, എന്താണ് ചോദ്യം നമുക്ക് നോക്കാം. Listen. അപ്പോൾ ഈ ചോദ്യം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. This is the question from application of integrals. Okay guys, എന്താണ് അല്ലെങ്കിൽ ഏരിയ അണ്ടർ കർവിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് അല്ലെങ്കിൽ നമുക്ക് സിമ്പിളി പറയുകയാണെങ്കിൽ ഏരിയ അണ്ടർ ദ കർവിലെ ക്വസ്റ്റ്യൻ ആണ് ഈ സംഭവം. ഓക്കെ, ലിസൺ. ഇഫ് ദ ഏരിയ ഓഫ് ദ റീജിയൻ എന്താ 0 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ലെസ് ദാൻ മിനിമം ഓഫ് come on പറയൂ minimum of this one, okay, is a, then what is 12a? അപ്പൊ നമ്മൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് സ്കെച്ച് ചെയ്യലാണ്. ഓക്കെ അല്ലെ? അപ്പൊ 0ന്റെയും അതേപോലെ തന്നെ ഇതിന്റെയും ഇടയിലാണ് നമുക്ക് എന്താക്കേണ്ടത്, വരക്കേണ്ടത്. മനസ്സിലായി? ഓക്കെ അല്ലെ? ഓക്കെ, y 0ന്റെയും അതിന്റെയും ഇടയിൽ. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മക്കളെ ഇവനെ വരക്കലാണ്. അപ്പൊ മിനിമം ഓഫ് 2x 6x minus x square, ഓക്കെ അല്ലെ, അത് വരയ്ക്കലാണ്. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും ടാസ്ക് ഉള്ള സംഭവം എന്താണ്? ഓക്കെ, ഏതാണ്? 2x. അപ്പൊ നമ്മൾ രണ്ട് ഗ്രാഫ് എടുക്കണം. ഒന്ന് y is equal to 2x അതേപോലെ തന്നെ y is equal to 6x minus x square അല്ലെ. നമുക്ക് ആക്ച്വലി വരക്കേണ്ടത് മിനിമം ഓഫ് 2x, y is equal to 2x അതേപോലെ മിനിമം 6x minus x square ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഇത് വരച്ചിട്ട് എങ്ങനെയാണ് മിനിമത്തിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം 6x minus x square വരയ്ക്കാം. ഓക്കെ, നമ്മളിവിടെ 6x minus x square വരയ്ക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ഇതെന്താണ്, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്ന സമയത്ത് അത് പിന്നെ എന്താണ്, അത് ഒന്നിലേക്ക് അതിന്റെ ഗ്രാഫ് ഇങ്ങനെ കിടക്കും അല്ലെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ കിടക്കും. ഓക്കെ, ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് മക്കളെ കിടക്കുക, ഏകദേശം ഇങ്ങനെയാണ് കിടക്കുക. മനസ്സിലായില്ലേ? റഫ് സ്കെച്ച് അതാണ്. ഓക്കെ, റാ പോലെയാണ്. ഇത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ യു പോലെ കിടക്കും. അപ്പൊ നമ്മൾ അടുത്തത് ഇത് എക്സാക്റ്റ് ആയിട്ട് വരക്കണം. അപ്പൊ എക്സാക്റ്റ് ആയിട്ട് വരക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫ് എവിടേക്കാണ് എക്സ് ആക്സിലും അതേപോലെ തന്നെ എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്നത് നമ്മൾ എന്താക്കണം, ഐഡന്റിഫൈ ചെയ്യണം. അത് നമ്മൾ എങ്ങനെയാ ചെയ്യുക, നമ്മൾ അതിന് 6x മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ഈക്വൽ ടു എന്ത് കൊടുക്കാം, 0 കൊടുക്കാം. ഓക്കെ, 6x മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ഈക്വൽ ടു 0 കൊടുക്കാം അല്ലെ. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ ഒന്ന് x is equal to 0യും മറ്റേത് x is equal to എന്തും കിട്ടും, 6ഉം കിട്ടും. ഓക്കെ അല്ലെ? ഇല്ലേ? യെസ്, x equal to 0യും അതേപോലെ തന്നെ x equal to 6ഉം കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരിക ശ്രദ്ധിക്കുക, വളരെ എളുപ്പമാണ്. ശ്രദ്ധിക്കുക എങ്ങനെ വരും ഗൈസ്. ഓക്കെ, ലിസൺ, എങ്ങനെ വരും നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒന്ന് എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്നത് 0ലാണ്, പിന്നെ എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്നത് എവിടെയാണ്, 6ലാണ്. ഓക്കെ അല്ലെ? സോ നമ്മുടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ അല്ലെ? ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഏകദേശം ഇങ്ങനെ വരും. ഓക്കെ, ലിസൺ, ഇത്ര ഇത് വേണ്ട. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അടുത്ത എന്താണ്, y is equal to 2x എന്ന് പറഞ്ഞ ലൈനാണ്. y is equal to 2x ആണ് സാധനം. എന്താണ്? y is equal to mx ഫോം ആണ്. y is equal to mx അല്ലെങ്കിൽ y is equal to 2x 3x എന്തായിക്കോട്ടെ, എന്താ ലൈനിന്റെ പ്രത്യേകത, ദ ലൈൻ വിൽ പാസ് ത്രൂ ഒറിജിൻ. ഓക്കെ അല്ലെ? ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഓക്കെ, അപ്പൊ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ വരും ഏകദേശം. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്, ഇതിന്റെ മിനിമം അല്ലെ. എന്താ മിനിമം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നുമില്ല, ഈ ഗ്രാഫിന്റെ ഓരോ റീജിയൻ എടുത്തിട്ടും ഓരോ സ്ഥലത്തും ഏത് ഗ്രാഫാണ് മിനിമം വരുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യലാണ് മിനിമം ഓഫ് ദ സംഭവം. ഓക്കെ, സോ വാട്ട് ഇസ് ദ മിനിമം എന്ന് പറയുന്നത് നോക്കൂ, നിങ്ങൾ ഇവിടെ നോക്കൂ ഇവിടെ ഇത്ര ഈ മീറ്റിംഗ് പോയിന്റ് വരെ നമ്മൾ ഓരോ ഗ്രാഫിന്റെ മീറ്റിംഗ് പോയിന്റ് എടുക്കുക. ഒരു മീറ്റിംഗ് പോയിന്റ് ഇതാണ്, ഒരു മീറ്റിംഗ് പോയിന്റ് ഇതാണ്. ഒരു മീറ്റിംഗ് പോയിന്റ് മുതൽ അടുത്ത മീറ്റിംഗ് പോയിന്റ് ആരാണ് താഴെ നോക്കുക. ഓക്കെ അല്ലെ? നോക്കൂ, ഈ മീറ്റിംഗ് പോയിന്റ് മുതൽ ഈ മീറ്റിംഗ് പോയിന്റ് വരെ ആരാണ്, ഇവനാണ് താഴെ. ഈ പരിതാര പോലെ വരച്ച ഇവനാണ് താഴെ. ഓക്കെ അല്ലെ? ഇനി ബാക്കിയുള്ള സ്ഥലത്ത് ആരാണ് താഴെ, ഇവനാണ് താഴെ. കണ്ടോ, ഇവനാണ് താഴെ. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ, മിനിമം ഓഫ് 2x അതേപോലെ തന്നെ 6x മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ദിസ് പെർട്ടിക്കുലർ സംഭവത്തിന് ഇതാണ് നമുക്ക് എന്താക്കേണ്ടത് കുഞ്ഞുങ്ങളെ, ഇവനെയാണ് നമുക്ക് എന്താക്കേണ്ടത്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കണം നമുക്ക് നിർബന്ധമായിട്ട് മനസ്സിലാക്കണം എന്താണ്, ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കണമെന്ന് മനസ്സിലാക്കണം. അപ്പൊ എങ്ങനെയാണ് മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക? മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഇവർ രണ്ടുപേരും ഈക്വേഷൻസ് സോൾവ് ചെയ്യണം. ഓക്കെ, അഥവാ y is equal to 2x y is equal to 6x minus x സോൾവ് ചെയ്യാം അല്ലെ. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 അല്ലെ. നമുക്ക് രണ്ടിനെയും ലെഫ്റ്റ് സൈഡ് നമ്മൾ ഈക്വൽ ആക്കി വെച്ചിട്ട് അപ്പൊ റൈറ്റ് സൈഡ് ഓക്കെ ഈക്വൽ ആക്കി വെക്കുക. അപ്പൊ 2x is equal to what, 6x minus x square. ഓക്കെ, സോ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് 2x അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സിമ്പിൾ ആക്കി ഒന്ന് x സ്ക്വയർ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ x സ്ക്വയർ മൈനസ് 4x is equal to 0. അപ്പൊ x is equal to 0യും അതേപോലെ തന്നെ x is equal to എന്ത് വരും മക്കളെ, 4 എന്ന് വരും. ഓക്കെ, അപ്പൊ x equal to 0 എന്ന് പറയുന്ന സാധനം ഇതാണ്. അപ്പൊ x equal to 4 എന്ന് പറയുമ്പോൾ ലൈൻ ഏതാണ് മക്കളെ, ഇതാണ്. മനസ്സിലായില്ലേ? x is equal to 4 എന്ന് പറഞ്ഞ ലൈൻ എന്താണ്, ഇതാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്താണ് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ദ റീജിയൻ 1 പ്ലസ് ഏരിയ ഓഫ് ദ റീജിയൻ 2. ഓക്കെ, അത് രണ്ടും കൂടി
കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഏരിയ ഓഫ് ദ റീജിയൻ 1 കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വലി നമ്മൾ ഈ ലൈനെ എന്താക്കണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ അല്ലെ? പക്ഷേ ഈ ലൈനെ ഇന്റഗ്രേറ്റ് ചെയ്യാതെയും നമുക്ക് എന്താക്കാം, ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് സിംപിളി എ റെക്ടാങ്കിൾ, സോറി ട്രയാങ്കിൾ. അപ്പൊ ട്രയാങ്കിളിന്റെ ബേസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി ഹൈറ്റും കൂടി കണ്ടുപിടിച്ചാൽ മതി. ഹൈറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. y = 2x പ്രകാരം x 4 ആകുന്ന സമയത്ത് ദിസ് കോർഡിനേറ്റ് ഇസ് വാട്ട് 4,8 ആയിരിക്കും. സോ ദിസ് ഹൈറ്റ് ഈസ് വാട്ട് ദിസ് ഹൈറ്റ് ഈസ് നത്തിങ് ബട്ട് what is that? Height is something but 8 ആണ്. ഓക്കെ അല്ലെ? അപ്പൊ ഈ ദൂരം എന്താണ്, 8 ആണ്. ഓക്കെ, സോറി, ലിസൺ, അത് 8 ആണ്. സോ ഞാൻ പറഞ്ഞു എന്താ, അവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഏരിയ ഓഫ് ദ റീജിയൻ 1 എന്ന് പറയുമ്പോൾ എന്താണ്, ഏരിയ ഓഫ് ദിസ് റീജിയൻ ആണ് അല്ലെ? ഏരിയ ഓഫ് ദിസ് റീജിയൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഫുൾ ആയിട്ട് എഴുതാം. റിക്വയർഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ദ റീജിയൻ 1 പ്ലസ് ഏരിയ ഓഫ് ദ റീജിയൻ 2 ആണ്. അപ്പൊ ഈ ഏരിയ ഓഫ് ദ റീജിയൻ 1 എന്ന് പറഞ്ഞാൽ മക്കളെ വളരെ സിമ്പിൾ ആണ് അല്ലെ? വാട്ട് ഇസ് ദാറ്റ്? ഈ പറഞ്ഞ പോലെ തന്നെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, സോ വാട്ട് ഇസ് ദാറ്റ്? 2 into 8, വാട്ട് ഇസ് ദാറ്റ്? 16 ആണ്. കറക്റ്റ് അല്ലേ? യെസ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി ഇതിനെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഇന്റഗ്രേറ്റ് അല്ലെ? എവിടെ മുതൽ എത്ര വരെ? ശ്രദ്ധിക്കുക, ഇവിടെ 4 ആണ്, ഇതെന്താണ് 6 ആണ് അല്ലെ? ഇന്റഗ്രൽ 4 to 6. അപ്പൊ ഏരിയ ഓഫ് ദ റീജിയൻ 2 കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ എളുപ്പമുള്ള ഒരു പ്രൊസീജിയർ ആണ്. ഏരിയ ഓഫ് ദ റീജിയൻ 2 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്റഗ്രൽ? ഓക്കെ, 4 to 6. ഓക്കെ, ഇന്റഗ്രൽ 4 to 6 ആരെ? ആ പറഞ്ഞ പരാബോള അല്ലെ? അതായത് ഈ കർവ് എന്ന് പറയുമ്പോൾ എന്താണ്? പരാബോളയാണ്. ആ പരാബോള എന്ന് പറയുമ്പോൾ എന്താ? y = 6x - x² ആണ് അല്ലെ? അവൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ അല്ലെ? സോ വാട്ട് ഇസ് ദാറ്റ്? ഏരിയ ഓഫ് ദ റീജിയൻ 2 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ്? 6x - x² എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ അല്ലെ? dx. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കമോൺ പറയൂ. 6x² ഡിവൈഡ് ബൈ 2 മൈനസ് വാട്ട്? x³ ഡിവൈഡ് ബൈ 3 അല്ലെ? എവിടെ മുതൽ വരെ? 4 മുതൽ 6 വരെ അല്ലെ? അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ 6 ഇൻറ്റു ഇത് കട്ട് ചെയ്ത് ഒന്നും കൂടി ഭംഗിയാക്കാം നമുക്ക്. 6 ഇവിടെ 3. ഓക്കെ, 3 ആവും അല്ലെ? അപ്പൊ 3 into 6² അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? 3 into 6 3 into 36 അല്ലെ? മൈനസ് 6³ ഡിവൈഡ് ബൈ 3 അല്ലെ? 6³ ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ്? 6 into 6 ഡിവൈഡ് ബൈ 3. ഓക്കെ, മൈനസ് അടുത്തത് 3 into 4². ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്? 3 into 4² എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദാറ്റ്? 3 into 4² 16 ആണ്. അപ്പൊ 3 into 4 48 അല്ലെ? മൈനസ് വാട്ട് ഇസ് ദാറ്റ്? 4³ what is that? 4³ അല്ലെ? 4 into 4 into 4 what is that? 64 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാം. 3 into 36 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ്? 3 into 36 is what? 108. ഓക്കെ, മൈനസ് 48 അല്ലെ? ഇനി അടുത്തത് ഇവനാണെങ്കിൽ ഇത് മൈനസ് ആവും, ഇത് പ്ലസ് ആവും അല്ലെ? പ്ലസ് 64 മൈനസ് വാട്ട് ഇസ് ദാറ്റ്? 216 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, സോ ഗൈസ് 108 നിന്നും 48 കുറച്ച് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ്? 60 ആണ്. ശരിയല്ലേ? യെസ്, അതെ. ഇനി അടുത്തത് 164 216 കുറക്കുന്നു വിചാരിക്കാം. 64 216 കുറച്ചാൽ എത്ര വരൂടാ? ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്? മൈനസ് 152 ഡിവൈഡ് ബൈ 3 വരും അല്ലെ? അപ്പൊ നമുക്ക് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് 180 മൈനസ് 28 ഡിവൈഡ് ബൈ 3. ഓക്കെ, സോ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 പ്ലസ് വാട്ട്? 28 ഡിവൈഡ് ബൈ 3 ആണ്. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ? കാരണം A1-നെയും A2-യും A-നെയും കൂട്ടിയതാണ് അല്ലെ? അപ്പൊ 48 പ്ലസ് 28 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, വാട്ട് ഇസ് 48 പ്ലസ് 24? 60 8 16 76 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇതാണ് റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അല്ലെ? നമുക്ക് എന്താ വേണ്ടത്? 12A ആണ്. അപ്പൊ 12A എന്ന് പറയുമ്പോൾ 76 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 12 ആണ്. അപ്പൊ ഇത് കട്ട് ചെയ്ത് 4. അപ്പൊ 76 ഇൻറ്റു 4 എന്ന ആൻസർ ഇസ് വാട്ട്? 304 എന്ന് വരും. ഓക്കെ, 304 is the right answer. Yes, 304 is the right answer. Okay, simple question ആണ്.